May the name of the Lord be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I thank the Lord for giving me another opportunity to stand before you all with the word of the Lord. ദൈവവചനവുമായി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പാകെ ഇങ്ങനെ നിൽക്കുവാൻ ഒരു അവസരം കൂടി ദൈവം എനിക്ക് തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I also thank the oversight for giving me this opportunity. ഓവർസൈറ്റിനും ഇങ്ങനെ ഒരു അവസരം തരുവാനായിട്ട് എന്നോട് പ്രസാദം തോന്നിയതിന് അവർക്കായിട്ടും ഞാൻ നന്ദി പറയുന്നു. Growing up, I was taught that the message on Sunday should be like food that would sustain the hearers for the upcoming week. ഞാൻ വളർന്നു വരുന്ന അവസരത്തിൽ എന്നോട് ഇങ്ങനെ പഠിപ്പിച്ചു, ഞാൻ കൊടുക്കുന്ന ഞായറാഴ്ച കൊടുക്കുന്ന മെസ്സേജ് അത് ആഹാരം പോലെ അടുത്ത ഒരാഴ്ചക്കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ആഹാരം പോലെ കൊടുക്കുന്ന ഒന്നായിരിക്കണം എന്ന്. That the themes, the teaching, the encouragement from that message should resonate in the hearts of the hearers for the upcoming week until we meet again on Sunday. വീണ്ടും നമ്മൾ അടുത്ത ഞായറാഴ്ച കൂടുന്നത് വരെയും ആ ദിവസങ്ങളിലെല്ലാം ഈ പഠിച്ച കാര്യങ്ങൾ, അതിനോടുള്ള ചിന്തകൾ, അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. So anytime I see my list on the speakers for Sunday, and I'm sure everyone does this, I ask the Lord, what is it that you want your people to hear on this particular Sunday? മറ്റുള്ളവരെ പോലെ തന്നെ എൻ്റെ ലിസ്റ്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എന്താണ് ഞാൻ പറയേണ്ടത്, ജനത്തിന് എന്താണ് കേൾക്കുവാനായിട്ട് ഇഷ്ടമുള്ളത്? What's needed for this particular group at this particular time? ഈ ഒരു പ്രത്യേക അവസരത്തിൽ ഈ ഗ്രൂപ്പിന് എന്താണ് ദൈവമേ ആവശ്യമായിട്ടിരിക്കുന്നത്? And the messages that I usually share are a result of the burden that the Lord then gives me. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തരുന്ന ആ ഭാരത്തിന് അനുസൃതമായ രീതിയിലാണ് ഞാനിവിടെ മെസ്സേജ് തരുന്നത്. This time also I believe that the Lord has laid in my heart a message that I believe is relevant to our assembly at this time. നമ്മുടെ സഭയ്ക്ക് ഈ സമയത്ത് ഏറ്റവും യോജിച്ചതായ ഒരു മെസ്സേജ് ആണ് ഇന്ന് തരുവാനായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. When we consider our assembly, we have gone through a lot of changes lately. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിണാമത്തിൽ കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, കടന്നു പോയതാണ്. Of course, the towering legacy that we can all lay claim to is of our dear Cam John uncle. നമ്മുടെ ജോണി ചാനയോടാണ് നമ്മൾക്ക് ഇതിനെല്ലാം പ്രതിബദ്ധതയുള്ളത്. But much has changed since his passing, but not all the changes have been a result of his absence either. അദ്ദേഹത്തിന്റെ നിര്യാണത്തോടു കൂടി വളരെ മാറ്റങ്ങൾ സംഭവിച്ചു, എന്നാൽ എല്ലാ മാറ്റങ്ങളും തന്റെ നിര്യാണത്തിന് കൂടിയുള്ള ബന്ധത്തിലല്ല. We know this assembly was formed about 33 plus years ago. ഏതാണ്ട് 33 വർഷത്തിന് മുമ്പാണ് ഈ സഭ രൂപവൽക്കരിച്ചത്. We often hear of the good old days, right? How the fellowship was a lot sweeter, how it was much stronger. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ആ പഴയ കാലത്തെക്കുറിച്ചുള്ള ആ അവസ്മരണീയമായിട്ടുള്ള മധുര കാര്യങ്ങൾ, എത്ര മനോഹരമായിരുന്നു അന്നത്തെ ആരാധന, അന്നത്തെ കൂടിവരവ്, ഇതെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. Everyone came to meetings and everyone visited each other. എല്ലാവരും എല്ലാ മീറ്റിങ്ങിനും കടന്നു വന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ സഹകരിക്കുകയും അവർ വിസിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. Every major thing that happened in a family was known to everyone in the assembly and so on. എന്തെങ്കിലും ഒരു കാര്യം ഒരു കുടുംബത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയും, and we certainly know that's not the case anymore. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. I came to this assembly about 17 years ago. ഞാൻ ഏതാണ്ട് 17 വർഷത്തിന് മുമ്പാണ് ഈ അസംബ്ലിയിലേക്ക് കടന്നു വന്നത്. And since my coming too, I have witnessed a lot of changes. ഞാൻ വന്നതിന് ശേഷവും വളരെ മാറ്റങ്ങൾ ഈ സഭയിൽ എനിക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട്. Many of the uncles and aunties who were working at the time are now retired. അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആന്റിമാരും അങ്കിൾമാരും ഇന്ന് റിട്ടയർ ആയി. Many of the youth that I grew up with in youth group, they all are grown up. Many of them have families and many of them are not in our assembly anymore. അന്ന് യുവാക്കളായിരുന്ന പലരും അവർ വളർന്നു, അവരുടെ കുടുംബസ്ഥരായി, പലരും ഇന്ന് നമ്മുടെ സഭയിൽ തന്നെ ഇല്ല. The next generation of young people is coming up. ഇതാ അടുത്ത തലമുറ കടന്നു വരികയാണ്. Some of our kids have gone away to college. നമ്മുടെ കുഞ്ഞുങ്ങളിലെ ചിലരെ കോളേജിലേക്ക് പഠിക്കുവാനായിട്ട് കടന്നുപോയി. I don't know if you realize this, but 5 of our young men have gone to college between last year and this year. നിങ്ങൾ ഇത് ഓർക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. 5 യുവാക്കളാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് നമ്മുടെ സഭയിൽ നിന്ന് പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നുപോയിരിക്കുന്നത്. Meanwhile, God is also bringing people from other places to worship along with us, and that's been a blessing. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ സഭയിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കൊണ്ടുവരുന്നു, അതൊരു അനുഗ്രഹം കൂടിയാണ്. So the question is why? അതിനുള്ള ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? Why didn't this church just stay
the way it was 33 years ago. ഏതാണ്ട് 33 വർഷത്തിന് മുമ്പ് ഈ സഭ നിലനിന്ന അതേ നിലയിൽ ഇന്ന് എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല? Why have some people left and some people come? എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ പോയത്? എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ വന്നത്? Why are the way of doing certain things change? എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും മാറ്റം വന്നത്? And this is a question that has several answers. It's a complex question. ഇതൊരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന് വളരെ പല ഉത്തരങ്ങളുമുണ്ട്. But may I submit to you that one of the most important answers to this question is that our assembly is going through a generational transition. എന്നാൽ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുവാനായിട്ടുള്ളത്, ഇങ്ങനെ വരുവാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമ്മുടെ സഭ ഒരു തലമുറ പരിണാമത്തിൽ കൂടി, ഒരു പരിവർത്തനത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ്. We are changing over from one generation to the next, and a lot of these changes are a result of that. ഒരു തലമുറയിൽ നിന്ന് നമ്മൾ അടുത്ത തലമുറയിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന മാറ്റങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. Generally speaking, a generation is approximately 30 years. സാധാരണ പറയുകയാണെങ്കിൽ ഒരു തലമുറ ഏതാണ്ട് 30 വർഷക്കാലമാണ്. And when one generation changes over to the next, there will be changes. ഒരു തലമുറ മാറുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. As a person or as people advance in their age, as their life circumstances change, as they go through various stages, their interaction with the assembly changes. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് പരിണാമം സംഭവിക്കുന്ന അനുസരിച്ച് അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. Their roles in the assembly will change. അവരുടെ അസംബ്ലിയിലുള്ള അല്ലെങ്കിൽ സഭയിലുള്ള അവരുടെ റോള് മാറിക്കൊണ്ടിരിക്കും. Some people will stay while others may leave. ചിലര് മാറി നിൽക്കും, ചിലര് വിട്ടുപോകും. Certain ministries in the assembly may evolve or change. സഭയിൽ നടക്കുന്ന പല മിനിസ്ട്രികൾക്കും മാറ്റമുണ്ടാകും. And the ways of doing certain things will change. ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന രീതിയിലും മാറ്റമുണ്ടാകും. These are all normal part of a generational transition. ഇതെല്ലാം ഒരു തലമുറയുടെ മാറ്റത്തിലുള്ള സാധാരണ ഉള്ള കാര്യങ്ങളാണ്. But during this time, what should our focus be? എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം? Our focus during this time should be to make sure that our assembly remains what God has called it to be. നമ്മളെ ദൈവം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വിളിച്ചിരിക്കുന്നത്, ആ വിളിക്ക് ഉതകുന്ന വണ്ണം ആയിരിക്കണം നമ്മൾ നിലനിൽക്കുന്നത്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. That we remain a pillar and ground of truth. നമ്മൾ ഒരു തൂണായിട്ടും സത്യത്തിന്റെ തൂണായിട്ടും നാം നിലനിൽക്കണം. That we maintain our identity as the church of Christ. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ സഭയാണ്. The good thing is that generational transitions are not unknown to the Bible. വേദപുസ്തകത്തിന് ഇങ്ങനെയുള്ള തലമുറയുടെ പരിവർത്തനങ്ങൾ വേദപുസ്തകത്തിന് പുത്തിരിയല്ല. The Bible is a book of genealogies and generations. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം, അത് തലമുറകളുടെ ഒരു പുസ്തകമാണ്. Our God is a God of generations. നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവമാണ്. In fact, when generations change from one to the next, our God is one who does not change. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് മാറുമ്പോഴും മാറാതെ നിൽക്കുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. In the famous words of Moses in Psalm 90 and verse 1, he says, "Lord, you have been our dwelling place in all generations." മോശ 90-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദൈവമേ, തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. And in that same verse, in the end, he says, "From everlasting to everlasting, you are God." നിത്യമായിട്ട് ശാശ്വതമായിട്ട് നീ ദൈവമാവുന്നു എന്ന് അതിന്റെ അവസാനം നമുക്ക് വായിക്കുവാൻ So we കഴിയും. have a God who does not change through the generations. അപ്പോൾ തലമുറകളിൽ മാറാത്ത ഒരു ദൈവമാണ് നമ്മൾക്കുള്ളത്. In Psalm 100 and verse 5, 100-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, we read, "His truth endures through all generations." യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു എന്ന്. So here is a God who does not change. Here is his word, his truth that does not change. ഇതാ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് മാറ്റമില്ല. അവന്റെ വചനമുണ്ട്, ആ വചനത്തിന് മാറ്റമില്ല. So how can we know how to endure a generational transition successfully? ഇങ്ങനെ ഉള്ള ഈ തലമുറയുടെ ഈ മാറ്റം പരിവർത്തനങ്ങൾ എങ്ങനെ സുഖകരമായ രീതിയിൽ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും? We look into the revealed word of God. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് തന്നെ നോക്കുക. We look into the examples of people who have gone through these transitions of generations and have passed down their faith successfully to the next generation. ഇങ്ങനെയുള്ള പരിവർത്തനത്തിൽ കൂടി കടന്നുപോയ ജനങ്ങളെ എങ്ങനെയാണ് അവരുടെ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് പകർന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. We look at the guiding principles that we can take from their lives
to ensure that we don't compromise on God's truths as we go through this transition. അവര് നമ്മൾക്ക് നൽകി തന്നിട്ടുള്ള ആ മാർഗ്ഗനിർദ്ദേശം അല്ലെ മാർഗ്ഗനിർദ്ദേശ തത്വം എന്താണോ അതിനെ നമ്മൾ പിന്തുടരുക. There are many examples of generational transitions in scriptures. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള തലമുറയായിട്ടുള്ള പരിവർത്തനത്തെക്കുറിച്ചുള്ള ഉദാഹരണങ്ങളുണ്ട്. We see Moses and Joshua. മോശയും യോശുവായും നമ്മൾ കാണുന്നു. We see David and Solomon. നമ്മൾ കാണുന്നു ദാവീദ് ശലോമോന്. We see Christ and the disciples. കർത്താവ് അവന്റെ ശിഷ്യന്മാര്. There are many examples that we can look into. നമുക്ക് ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളിലേക്ക് നോക്കുവാനായിട്ട് കഴിയും. Today our plan is to look at 3 examples, 2 from the Old Testament and 1 from the New Testament. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള 2-3 ഉദാഹരണങ്ങൾ, 2 പഴയ നിയമത്തിൽ നിന്നും 1 പുതിയ നിയമത്തിൽ നിന്നും ചിന്തിക്കുക എന്നുള്ളതാണ്. And as we look through these examples, we will look through the lives of those who have shown their next generation how to continue on in the ways of the Lord. ഇത് പഠിക്കുമ്പോൾ ഒരു തലമുറ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ മറ്റ് തലമുറക്കാർക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചത് എന്ന് നാം ഇവിടെ ഗ്രഹിക്കുകയാണ്. And as we go through these examples, let us ask ourselves this question. ഇങ്ങനെയുള്ള ഈ പഠനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കാം, how can I as an individual, how can we as an assembly ഞാൻ ഒരു വ്യക്തിയായിട്ട് അല്ല നമ്മളൊരു സഭയായിട്ട് emulate these principles so that if the Lord's coming tarries, that we will still be found faithful in the mission and the calling of our church. ഈ തത്വം എങ്ങനെ നമ്മൾക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ സഭയെ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ ദൈവം വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. And I know that there's a mixed group here. Please don't dismiss this as a message for young parents. ഇത് ഒരു യുവ പേരൻസിനുള്ള ഒരു മെസ്സേജായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. Because this applies to everyone at whatever stages in life that they are in. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ ഏത് സ്റ്റേജിലാണെങ്കിലും ആ സ്റ്റേജിലെല്ലാം ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. So let's look at our first example for today, Abraham. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് നമുക്ക് നോക്കാം. അത് മറ്റാരുമല്ല, അബ്രഹാമാണ്. We'll look at the generational transition that took from Abraham the father to Isaac his son. പിതാവായ അബ്രഹാമിൽ നിന്ന് തന്റെ മകനായ ഇസ്ഹാക്കിലേക്ക് തന്റെ വിശ്വാസം എങ്ങനെ പരിവർത്തിച്ചു എന്ന് നമുക്ക് നോക്കാം. Let's turn to Genesis chapter 12 and verse 1. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. We know what happens there. God calls Abraham from the Ur of the Chaldeans and asks him to go to a place that God was going to show him. അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ അബ്രഹാമിനെ വിളിച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു പോവുക എന്ന് പറയുന്നതാണ്. A few verses starting at Genesis chapter 12 and verse 1. Now the Lord had said to Abram, get out of your country, from your family and from your father's house, to a land that I will show you. I will make you a great nation. I will bless you and make your name great, and you shall be a blessing. I will bless those who bless you, and I will curse those who curse you, and in you all the families of the earth shall be blessed. നമുക്കതൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. So here God blesses Abraham. ഇവിടെ ഇതാ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുക. Promises him land. അവന് ഒരു ലാൻഡ് പ്രോമിസ് ചെയ്യുകയാണ്. Promises to make him a great nation. അവനെ വലിയ ഒരു ജാതിയാക്കും എന്ന് അവനോട് പറയുകയാണ്. Promises him a great name. അവന് വലിയൊരു പേര് കൊടുക്കും എന്ന് പറയുകയാണ്. And we know later on he promises him a son. അതിനുശേഷം പിന്നീട് നമുക്കറിയാം അവന് ഒരു പുത്രനെ ദൈവം വാഗ്ദാനം ചെയ്യുന്നു. And we know the account of how God fulfills all these promises in history. അവന്റെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ വാഗ്ദത്തങ്ങളൊക്കെ ദൈവം നിവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. But did Abraham see the fulfillment of all these promises in history? എന്നാൽ ദൈവം കൊടുത്ത ഈ പ്രോമിസസിന്റെ എല്ലാം പൂർണ്ണത അബ്രഹാമിന് കാണുവാൻ സാധിച്ചോ? We know that the answer to that is no. എന്നാൽ അതിന്റെ ഉത്തരം സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. In fact, when we go to Hebrews chapter 11 and verse 13, we read this phrase, these all died in faith, not having received the promises. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ
ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്ന്. In other words, Abraham saw God fulfilled all these promises in history, but Abraham did not live to see them. ദൈവം താൻ പറഞ്ഞ ഈ വാഗ്ദത്തങ്ങളെല്ലാം ചരിത്രത്തിൽ ദൈവം നിവർത്തിച്ചു. എന്നാൽ അബ്രഹാമിന് അത് പൂർണ്ണമായിട്ട് കാണുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. But Abraham still believed God. Abraham still believed in the promises of God. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഈ അബ്രഹാം പരിപൂർണമായിട്ട് വിശ്വസിച്ചു. How did Abraham do this? എങ്ങനെയാണ് അബ്രഹാമിന് ഇത് സാധിച്ചത്? Hebrews 11 tells us by faith. വിശ്വാസത്താൽ എന്ന് എബ്രായലേഖനം 11-ാം അധ്യായം പറയുകയാണ്. Abraham was a man of faith. അബ്രഹാം ഒരു വിശ്വാസ വീരനായിരുന്നു, വിശ്വാസ മനുഷ്യനായിരുന്നു. In fact, Paul in Romans chapter 4 will tell us more about this faith. പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ താന് റോമാലേഖനം 4-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച്, ഈ അബ്രഹാമിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് പറഞ്ഞു തരും. We read in Romans chapter 4 and verse 3, Abraham believed God and it was accounted to him for righteousness. റോമാലേഖനം 4-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. Couple verses down, it even emphasizes his faith is accounted for righteousness. അവന്റെ പ്രവൃത്തിയും അവന്റെ നീതിക്ക് ഉതകുന്നതായി തീർന്നു എന്ന് വീണ്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So the first guiding principle that we see in Abraham's life is faith. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു തത്വം അല്ലെങ്കിൽ ഒരു ഗുണവിശേഷം വിശ്വാസം എന്നുള്ളതായിരുന്നു. Do you think Isaac saw this character of faith in his father? ഈ ഇസഹാക്ക് ഈ വിശ്വാസം പിതാവിൽ കണ്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? Of course he did. I'm sure that he saw the faith of Abraham throughout his life. ഈ അബ്രഹാമിന്റെ വിശ്വാസം ഇസഹാക്കും അബ്രഹാമിന്റെ ജീവിതത്തിലും അല്ല ഇസഹാക്കിന്റെ ജീവിതത്തിലും പൂർണ്ണമായിട്ട് കണ്ടു എന്ന് തന്നെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. But where did he see it most especially? എന്നാൽ വളരെ പ്രത്യേകമായിട്ട് എവിടെയാണ് അവൻ കണ്ടത്? On Mount Moriah, right? മോറിയ മലയിൽ, where God asks Abraham to sacrifice Isaac, the son whom he loved. ദൈവം പറയുകയാണ് അബ്രഹാമിനോട്, അബ്രഹാമേ, നീ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ യാഗം കഴിക്കുക എന്നവിടെ പറയുന്നു. And Abraham did not hesitate. അബ്രഹാം അതിന് അനുസരിക്കാതെ ഇരുന്നില്ല. Isaac saw without a shadow of doubt Abraham's unwavering faith. അങ്ങനെ ഇസഹാക്ക് അബ്രഹാമിന്റെ ആ വിശ്വാസം തന്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് കണ്ടാണ് വളർന്നത്. So let's ask the question, do our children see our faith in action? നമുക്ക് ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം, എൻ്റെ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടാണോ വളരുന്നത്? Is our faith seen by others who we interact with on a daily basis in our school, in our workplaces? Is our faith in action seen? എൻ്റെ വിശ്വാസം അത് പ്രവൃത്തി പദത്തിലാണോ? ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ ഞാൻ ഇടപെടുന്ന ആൾക്കാർ അവര് എന്നിൽ ഈ വിശ്വാസം കാണുന്നുണ്ടോ? This is where it all begins. If our generation does not see us walking in faith, they will not walk in the same faith. നമ്മുടെ തലമുറ നമ്മൾ വിശ്വാസത്തിൽ നടക്കുന്നു എന്നുള്ളത് കാണുന്നില്ല എങ്കിൽ നമ്മുടെ തലമുറയും വിശ്വാസത്തിൽ നടക്കുകയില്ല. Isaac saw great faith in his father and he also emulated that faith in his life. ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പിതാവില് ഈ വിശ്വാസം കാണുകയും തന്റെ ജീവിതത്തിൽ ഉടനീളം ഈ വിശ്വാസത്തെ കൈക്കൊള്ളുകയും ഉൾക്കൊള്ളുകയും താൻ ചെയ്തു. How do we know that? എങ്ങനെ നമുക്ക് ഇത് അറിയുവാൻ സാധിക്കും? Who else is seen in Hebrews chapter 11? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, Isaac is also listed as one of the heroes of faith. ഇസഹാക്കിനും അവിടെ ഒരു വീരന്മാരിൽ ഒരുവനായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So Isaac saw great faith in Abraham and he also became a man of faith. ഇസഹാക്ക് അബ്രഹാമില് തന്റെ വലിയ വിശ്വാസം കാണുകയും ഈ ഇസഹാക്കും ഒരു വിശ്വാസ വീരനായി മാറുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. What else did Isaac see in his father Abraham? മറ്റെന്താണ് ഈ ഇസഹാക്ക് അബ്രഹാമിൽ കണ്ടത്? Isaac saw that Abraham was a man who feared God. അവിടെ ഇസഹാക്ക് കണ്ടത് അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. In the same account in Genesis chapter 22 and in verse 12, we read this about Abraham and God is speaking. He says, "For now I know that you fear God." ഇത് തന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന്. This is God's certificate concerning Abraham's character. ഇത് ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. The fear of the Lord is something that's fundamental to the Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള മറ്റൊരു ഗുണമാണ് ഈ ഭയം, ദൈവഭയം എന്നുള്ളത്. We heard a little bit of that last night from Kichu also as he spoke about the fear of Daniel, right? കഴിഞ്ഞ രാത്രി നമ്മൾ അതിനെക്കുറിച്ച് കിച്ചുവിൽ നിന്ന് കേട്ടതാണ്, ദാനിയേലിന്റെ ഭയം.
So this is a fear. The fear of the Lord is not a fear that draws people away from God, but it is a fear that draws people closer to God. ദൈവഭയം എന്നുള്ളത് ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന ഒരു ഭയമല്ല, അങ്ങനെയുള്ള ഒരു ഭയമല്ല. എന്നാൽ ആ ദൈവഭയം മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ദൈവഭയം. How was this fear manifest in Abraham's life? ഈ ഭയം എങ്ങനെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്? How do we see the fear of the Lord evidenced in Abraham's actions? അബ്രഹാമിന്റെ പ്രവൃത്തികളിൽ ഈ ദൈവത്തിന്റെ വിശ്വാസം എങ്ങനെയാണ് വെളിപ്പെട്ടതായിട്ട് നാം കാണുന്നത്? This is something that we see in every milestone, every major milestone of Abraham's life. He builds an altar to God. അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ എവിടെയൊക്കെ ചെന്നോ അവിടെയെല്ലാം താന് ഒരു യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. His fear of God was manifested in a life of worship, in a life of thanksgiving, in a life of giving priority to God. ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ മുഖ്യ സ്ഥാനം കൊടുത്തും ദൈവത്തെ എപ്പോഴും ആരാധിച്ചും അങ്ങനെയാണ് ദൈവത്തിന് തൻ്റെ ജീവിതത്തിലുള്ള ആ ഭയം അബ്രഹാം വെളിപ്പെടുത്തിയത്. Do you think Isaac learned to have the same fear in his life? ഇസഹാക്കിനും ഇതേ ഭയം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? We know the answer is yes. ശരി, ഉത്തരം പോസിറ്റീവ് ആണ്, ഉണ്ടായിരുന്നു. One of the clearest places that we see this is in Genesis chapter 31. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. In a particular verse 42 of Genesis chapter 31, without going into the context of it or into the story of it, let me just draw attention to one phrase in that verse. Genesis 31 and verse 42. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Jacob is speaking to Laban and he addresses God with a certain title. He says, "If the God of my father, the God of Abraham and the fear of Isaac." Verse 42. എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ഭയവുമായവൻ എനിക്ക് തുണ ഇല്ലായിരുന്നു എങ്കിൽ എന്ന് നമ്മുടെ വായിക്കുക. The fear of Isaac. ഇസ്ഹാക്കിന്റെ ആ ഭയം. Isaac's son is giving testimony concerning his father's fear, that God Jehovah was the fear of Isaac. ഇവിടെ ഇസ്ഹാക്ക് തന്റെ പിതാവായ അബ്രഹാമിന്റെ ആ ഭയത്തെക്കുറിച്ച് പറയുകയാണ്. Abraham feared the Lord and Isaac learned this fear and cultivated that in his own life. അബ്രഹാം യഹോവയെ ഭയപ്പെട്ടു. ഈ ഭയപ്പാട് തന്റെ അബ്രഹാമിന്റെ ജീവിതത്തിലെ ഭയപ്പാട് ഈ ഇസ്ഹാക്ക് തന്റെ ജീവിതത്തിൽ പഠിച്ചു. Beloved, do we fear the Lord? നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? Do we approach him with holy reverence? നമ്മൾ വളരെ റെവറൻസോട് കൂടിയാണോ നമ്മൾ അവനെ പിന്തുടരുന്നത്? Do we approach him as the God who deserves worship? ആരാധന അർഹിക്കുന്ന ഒരു ദൈവമായിട്ടാണോ നാം അവനെ പിന്തുടരുന്നത്? Do we give him first priority in our lives? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി അവനാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? A life of worship is a great demonstration of our fear of the Lord to the next generation. ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിപ്പാടാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുക എന്നുള്ളത്. One more point about Abraham and we'll move on. അബ്രഹാമിനെ കുറിച്ച് ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം. So far we considered faith. നമ്മൾ ഇതുവരെ നോക്കിയത് അവന്റെ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. Fear. രണ്ടാമത് അബ്രഹാമിന്റെ ഭയത്തെക്കുറിച്ച്, ദൈവഭയത്തെക്കുറിച്ചാണ്. Third point is this, foreigner. മൂന്നാമത് അബ്രഹാം ഒരു പരദേശിയായിട്ടാണ് ജീവിച്ചത്. Abraham lived in this world as a foreigner. അബ്രഹാം ഈ ഭൂമിയിൽ ഒരു പരദേശിയായിട്ട് ജീവിച്ചു. Hebrews chapter 11 and verse 9. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. By faith he dwelt in the land of promise as in a foreign country, dwelling in tents with Isaac and Jacob, the heirs with him of the same promise, for he waited for a city which has foundations, whose builder and maker is God. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് നിന്നപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് നാം വായിക്കുന്നു. When Abraham lived on this earth, he lived as a sojourner. അബ്രഹാം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അബ്രഹാം ഒരു പരദേശിയായിട്ടാണ് ജീവിച്ചത്. He did not establish any roots in any place. അവന് ഒരു
ഒരു റൂട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും താൻ അടിസ്ഥാനപ്പെട്ടതായിട്ട് നാം കാണുന്നില്ല. He dwelt in tents. അവന് കൂടാരങ്ങളിലാണ് താമസിച്ചത്. He did not mingle with the people in the city. അവിടെയുള്ള ജനങ്ങളുമായിട്ട് അവന് വ്യവഹാരം നടത്തുന്നതായിട്ട് നാം കാണുന്നില്ല. Quite a contrast from his nephew Lot, right, who was sitting at the gate of the city. എന്നാൽ ലോത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവന് ആ പട്ടണത്തിന്റെ വാതിൽക്കൽ ഇരിക്കുന്നതായിട്ട് നാം കാണുകയാണ്. But Abraham lived according to a different law, the law of the God who had called him. എന്നാൽ ദൈവം വിളിച്ച ആ ദൈവത്തിന്റെ നിയമത്തിന് അനുസൃതമായ രീതിയിലാണ് അബ്രഹാം തന്റെ ജീവിതം നയിച്ചത്. He was separated from others who lived around him. തന്റെ ചുറ്റും ജീവിച്ചവരിൽ നിന്ന് താമസിച്ചവരിൽ നിന്ന് താൻ എപ്പോഴും ഒരു അകലം പാലിച്ച് മാത്രമാണ് ജീവിച്ചിരുന്നത്. And most importantly, he desired this for his son Isaac also. താന് ഇതേ ഒരു ജീവിതം തന്റെ പുത്രനായ ഇസ്ഹാക്കിനും താൻ ആഗ്രഹിച്ചിരുന്നു. When it came time to take a wife for Isaac, ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ എടുക്കേണ്ട സമയം വന്നപ്പോൾ Abraham had very specific considerations. അബ്രഹാമിന് വളരെ പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. Maybe turn to Genesis 24. We'll read a couple of verses there. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. Read verse starting at 2. രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം. So Abraham said to the oldest servant of his house, who ruled over all that he had, "Please put your hand under my thigh, and I will make you swear by the Lord, the God of heaven and the God of earth, that you will not take a wife for my son from the daughters of the Canaanites among whom I dwell, but you shall go to my country and to my family and take a wife for my son Isaac." ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വെക്കുക. ചുറ്റും പാർക്കുന്ന കനാനിയരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകൻ ഒരു ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും എന്ന് വായിക്കുന്നു. What was the easy thing to do? The easy thing to do would have been to take a woman from the Canaanites, from the surrounding regions, for his son. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിട്ടുള്ള കാര്യം എന്തായിരുന്നു? ചുറ്റുപാടുമുള്ള കനാന്യരിൽ നിന്ന് തന്റെ പുത്രന് ഒരു ഭാര്യയെ എടുക്കുക. But not Abraham. He sends a servant to take a wife for his son from his own people. എന്നാൽ അവന്റെ സ്വന്തം ജനത്തിൽ നിന്ന് തന്റെ പുത്രനായ ഇസ്ഹാക്കിന് ഒരു ഭാര്യ എടുക്കുന്നതിന് വേണ്ടി താൻ ആളയച്ചു. He had the understanding that he was living as a foreigner in the place that he was living in. താൻ ജീവിക്കുന്ന ആ സ്ഥലത്ത് താൻ ഒരു പരദേശിയായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നു. He had the understanding that the place that he was living in was not home. അത് താൻ ജീവിച്ച ആ സ്ഥലം അത് തന്റെ സ്വന്തം ഭവനമല്ല എന്നുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നു. And he and his family needed to be separated from it. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് അവനും അവന്റെ കുടുംബവും മാറി നിൽക്കേണ്ടതായിട്ട് ഉണ്ട് എന്നവൻ കരുതി. And it's a principle that Abraham lived by. അതാണ് അബ്രഹാം ജീവിച്ച ഒരു തത്വം. Is this something that our next generation see in us as individuals and as an assembly? ഒരു വ്യക്തികളായിട്ടും സഭയായിട്ടും ഇങ്ങനെയുള്ള ഒരു തത്വം നമ്മുടെ തലമുറ കാണുന്നുണ്ടോ? Separation from the world, knowing that the world is not our home. ലോകത്തിൽ നിന്ന് നമ്മൾ മാറി ഉള്ള ഒരു ജീവിതം, ഈ ലോകം നമ്മുടെ ഭവനമല്ല എന്നുള്ള ചിന്തയോടുകൂടി We're just foreigners. നമ്മളിവിടെ വെറും പരദേശികൾ മാത്രമാണ്. May we pass this understanding to our next generation. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമ്മൾക്ക് കൈമാറാം. We learned 3 things from Abraham. അബ്രഹാമിൽ നിന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. His faith in God, അവന് ദൈവത്തിലുള്ള വിശ്വാസം, his fear of God, ദൈവത്തോടുള്ള അവന്റെ ഭയം, and the idea of living as a foreigner. എങ്ങനെയാണ് ഈ ഭൂമിയിൽ താൻ ജീവിച്ചത്? ഒരു പരദേശിയായിട്ട് താൻ ഈ ഭൂമിയിൽ ജീവിച്ചു. Let's go on to another example of a generational transition, Elijah and Elisha. ഒരു തലമുറയുടെ പരിവർത്തനത്തിൽ നമുക്ക് അടുത്ത ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. അവിടെ നമ്മൾ ഏലിയാവിനെയും അതുപോലെ തന്നെ ഏലീശായെയും കുറിച്ച് പഠിക്കാം. And this example reminds us that the generational transitions that we are considering doesn't always need to be from a parent to a child. It can also be in terms of ministry. ഇത് നമ്മളെ കാണിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അപ്പനിൽ നിന്ന് മകനിലേക്ക് ആ രീതിയിൽ വേണമെന്നില്ല ഇങ്ങനെയുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഇടപെടുന്ന നമ്മുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഏലീശായെയും ഏലിയാവിനെയും പോലെ ഉള്ള രീതിയിലും ആകാം എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. See, the truth is that God's mission is never dependent on an individual. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആശ്രയിച്ചുള്ളതല്ല. He always raises people to continue his work. അവന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് വേണ്ടി എപ്പോഴും അവൻ ആളുകളെ ഉയർത്താറുണ്ട്. And here we see that in the example of Elijah and Elisha.
അത് നമ്മൾ ഈ ഏലിയാവിൻ്റെയും ഏലീശയുടെയും പഠനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. Elijah was a prominent figure among the prophets of Israel. ഇസ്രായേലിലെ പ്രവാചകന്മാരിലെ ഏറ്റവും പ്രധാനിയായിരുന്നു ഈ ഏലിയാവ്. Someone who did so many wonders in the name of the Lord. ദൈവത്തിന്റെ നാമത്തിൽ വളരെ അത്ഭുതങ്ങൾ ചെയ്ത ഒരു പ്രവാചകനായിരുന്നു താന്. But when Elijah thought that he alone was the one standing up for God, എന്നാൽ ഏലിയാവ് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ മാത്രമാണ് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് God showed him that that's not true. ദൈവം അവനോട് ഇപ്രകാരം കാണിച്ചു കൊടുത്തു, നീ ചിന്തിക്കുന്നത് ശരിയല്ല. And in time God raises a worthy successor to Elijah. ആ സമയത്ത് ദൈവം അവന് കൊള്ളാവുന്ന ഒരു പിൻഗാമിയെ അവനായിട്ട് ഉയർത്തുന്നത് നാം കാണുന്നു. And this successor would go on to do greater things than that those Elijah did. ഇങ്ങനെ ഉയർത്തപ്പെട്ട ഈ പിൻഗാമി ഏലിയാവിനേക്കാൾ കൂടുതലായിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. So what are some principles Elisha would have seen in Elijah and would have cultivated in his own life? എലീശയെ സംബന്ധിച്ച് എലീശ എന്താണ് ഈ ഏലിയാവിൽ കണ്ട ഗുണഗണങ്ങൾ അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള തത്വങ്ങൾ എന്തൊക്കെയാണ്? First of all, perseverance. ഒന്നാമതായിട്ട് സ്ഥിരോത്സാഹം. Perseverance, the call to continue on and not to give up. സ്ഥിരോത്സാഹം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ഒരിക്കലും അത് നിർത്താതെ തുടരുക. We know there was a time in Elijah's life where he decided to give up. ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ എല്ലാം ഞാൻ മതിയാക്കാം എന്ന് നിരൂപിച്ച ഒരു സമയമുണ്ടായി. He was afraid of that evil queen Jezebel and he had ran away. ജെസബേലിനെ ഭയപ്പെട്ട് താൻ ഓടിപ്പോകുന്നത് നാം കാണുന്നുണ്ട്. He pleaded to the Lord to take his life because he could not go on. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ പ്രാണനെ നീ അങ്ങ് എടുക്കണമേ എന്ന്. Let's turn to 1 Kings chapter 19. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. A couple of verses starting at verse 1. അവിടെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. And Ahab told Jezebel all that Elijah had done, also how he had executed all the prophets with the sword. Then Jezebel sent a messenger to Elijah, saying, So let the gods do to me, and more so, if I do not make your life as the life of one of them by tomorrow about this time. And when he saw that, he arose and ran for his life and went to Beersheba, which belongs to Judah, and he left his servant there. But he himself went a day's journey into the wilderness and came and sat down under a broom tree, and he prayed that he might die and said, It is enough. Now, Lord, take my life, for I am no better than my fathers. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഏലിയാവ് ചെയ്തൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടുവന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബെർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയെന്നൊരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. Here we see a discouraged Elijah ready to give up. ഇവിടെ ഇതാ നിരാശനായിട്ടുള്ള ഒരു ഏലിയാവിനെ നമ്മൾ കാണുകയാണ്, എല്ലാം വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. But then the Lord comes to him. എന്നാൽ ഇതാ ഇവിടെ ദൈവം കടന്നു വരികയാണ്, feeds him, അവന് ദൈവം ആഹാരം കൊടുക്കുന്നു, strengthens him, അവനെ ശക്തിപ്പെടുത്തുന്നു, shows him who he is by these displays of power, the whirlwind and so on. ഇങ്ങനെയുള്ള ഈ ചുഴലിക്കാറ്റ് അങ്ങനെയുള്ള എല്ലാ ശക്തികളും അവനെ കാണിച്ചുകൊണ്ട് താൻ ആശ്രയിക്കുന്ന ദൈവം ആരാണ് എന്ന് ഈ ഏലിയാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. And this God commands him to continue on. എന്നിട്ട് ഈ ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ തുടർമാനമായിട്ട് നിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക. God commands him to go anoint 3 people. അവിടെ പറയുകയാണ്, നീ മുന്നോട്ട് പോവുക, നീ 3 പേരെ അഭിഷേകം ചെയ്യുക. 2 kings, a king of Israel, a king of Syria, and the third one, his successor, Elisha. അതിൽ 2 രാജാക്കന്മാര്, 1 തന്റെ പിൻഗാമി. Elijah learned the lesson that for a life that's worthy before God, one thing is important: perseverance. അവിടെ ഏലിയാവ് ഒരു കാര്യം പഠിച്ചു, ദൈവത്തിന് മുമ്പിൽ വിജയകരമായ ഒരു ജീവിതം ചെയ്യണമെങ്കിൽ സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. It's not okay to give up when God says continue on. അപ്പോൾ ദൈവം തുടർമാനമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എനിക്കത് നിർത്തുവാനായിട്ട് കഴിയുന്നത്? We may feel weak, we may feel alone like Elijah did. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ശക്തി കുറഞ്ഞവരായിട്ട്
പലപ്പോഴും നമ്മൾ നിരാശരായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടായേക്കാം. But God is the one who strengthens, and in His strength we continue on. എന്നാൽ ദൈവമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ആ ശക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. Couple more verses. 2 Kings chapter 2. രണ്ട് രാജാക്കന്മാർ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Here we read an interaction between Elijah and Elisha. അപ്പോൾ അവിടെ ഏലിയാവിനെയും എലീശയെയും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ കാണുകയാണ്. 2 Kings chapter 2 verse 1, it reads, "And it came to pass when the Lord was about to take up Elijah into heaven by a whirlwind, that Elijah went with Elisha from Gilgal. Then Elijah said to Elisha, 'Stay here, please, for the Lord has sent me to Bethel.' But Elisha said, 'As the Lord lives, as your soul lives, I will not leave you.' So they went down to Bethel." അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന് 1 മുതൽ 1-2 വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് ഏലീശയോട്, "നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു" എന്ന് പറഞ്ഞു. ഏലീശ അവനോട്, "യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല" എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ബഥേലിലേക്ക് പോയതായിട്ട് വായിക്കുന്നു. Verse 4, "Then Elijah said to him, 'Elisha, stay here, please, for the Lord has sent me to Jericho.' But he said, 'As the Lord lives, as your soul lives, I will not leave you.' So they came to Jericho." വീണ്ടും നമ്മൾ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന ഏലിയാവ് അവനോട്, "എലീശയെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു" എന്ന് പറഞ്ഞു. അതിനവൻ, "യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല" എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എരിഹോവിലേക്കും പോയി. Verse 6, വീണ്ടും 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, "Then Elijah said to him, 'Stay here, please, for the Lord has sent me to Jordan.' But he said, 'As the Lord lives, as your soul lives, I will not leave you.' So the two of them went on." 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഏലിയാവ് അവനോട്, "നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു" എന്ന് പറഞ്ഞു. അതിനവൻ, "യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല" എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി എന്ന് നമ്മൾ വായിക്കുകയാണ്. 3 times Elijah tells Elisha to stay back, and he says, "No, I will continue on." 3 തവണ ഇവിടെ ഏലിയാവ് ഏലീശയോട് പറയുകയാണ്, "നീ ഇവിടെ താമസിച്ചു കൊള്ളുക" എന്നാൽ താൻ ആ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നും താമസിക്കാതെ ഏലിയാവോട് കൂടെ പോകുന്ന ഒരു ഏലീശയെ നമ്മൾ കാണുക. He understood that to be a worthy successor for Elijah, he must continue on, he must persevere. അതുകൊണ്ട് നമുക്കിവിടെ പഠിക്കുവാൻ സാധിക്കുന്ന ഏലീശ ഇങ്ങനെ മനസ്സിലാക്കി, ഏലിയാവിന് പറ്റിയ ഒരു പിൻഗാമി ആകണമെങ്കിൽ സ്ഥിരോത്സാഹത്തോടു കൂടി ഈ ഏലിയാവിനെ പിന്തുടരണം. Staying back was not an option. ഒരിക്കലും പിന്നോട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഓപ്ഷൻ അല്ല. And because he persevered, he got to witness his master being taken up to heaven. അവൻ അങ്ങനെ ആ സ്ഥിരോത്സാഹം ഉള്ളവനായിരുന്നത് കൊണ്ട് അവന്റെ ആ യജമാനനെ എടുത്തുകൊള്ളപ്പെടുന്നത് കാണുവാനായിട്ടുള്ള ഭാഗ്യം അവന് ലഭിച്ചു. Because he persevered, he got to be the successor of the great prophet Elijah. അവന് ഇങ്ങനെ സ്ഥിരോത്സാഹം കാണിച്ചതുകൊണ്ട് ഈ വലിയ പ്രവാചകനായ ഏലിയാവിന്റെ ശിഷ്യനാകുവാനായിട്ടുള്ള ഭാഗ്യം ഏലീശയ്ക്ക് ലഭിച്ചു. In our Christian life also, this is what we need to do. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പ്രിയമുള്ളവരെ ഇതാണ് നമ്മളും പിന്തുടരേണ്ടത്. This is the encouragement of the New Testament. Persevere, continue on. പുതിയ നിയമത്തിലെ തത്വവും അത് തന്നെയാണ്. നമ്മൾ തുടർമാനമായിട്ട് മുന്നോട്ട് പോവുക, നമ്മൾ സ്ഥിരോത്സാഹം കാണിക്കുക. Run this race with endurance that is set before you. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Looking unto Jesus, the author and finisher of our faith. കർത്താവിലേക്ക് നോക്കുക, വിശുദ്ധനായ കർത്താവിലേക്ക് നോക്കുക. A great cloud of witnesses surrounding us, so let's go on. നമ്മുടെ ചുറ്റും വലിയൊരു വിശ്വാസ സമൂഹമുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. If we give up, then what about our generations? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പിന്തുടരുന്നില്ല എങ്കിൽ നമ്മുടെ തലമുറ എങ്ങനെയാണ്? We will not even have a godly generation to follow us. നമുക്ക് ദൈവീയ തലമുറകൾ നമ്മളെ പിന്തുടരുവാൻ ഉണ്ടാകും. May that never be the case. Let's run this race with endurance. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. അതിന് ദൈവം കൃപ തരട്ടെ. Elisha had a very specific request of Elijah. ഏലീശായിക്ക് ഏലിയായോട് പ്രത്യേകമായിട്ടുള്ള ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. 2 Kings chapter 2 verse 9. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നാം അവിടെ വായിക്കുകയാണ്. So it was when they had crossed over that Elijah said to Elisha, "Ask, what may I do for you before I am taken away from you?" Elisha said, "Please, let a double portion of your spirit be upon me." 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ 9-ാം വാക്യം, അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട്, "ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചു കൊള്ളുക" എന്നവൻ പറഞ്ഞു. അതിന് ഏലീശ, "നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ" എന്ന് പറഞ്ഞു. Elisha saw the power that was at work in Elijah. ഏലിയാവിൽ പ്രവർത്തിച്ച ആ ശക്തി കണ്ടുകൊണ്ടാണ് താൻ
തുടർന്നത്. He knew that the power of God was upon him, and that's what enabled him to do the great acts that he did. ദൈവത്തിന്റെ ശക്തി ഏലിയാവിൽ ഉണ്ടായിരുന്നു. ആ ശക്തിയാണ് ഈ വളരെ പ്രധാനമായിട്ടുള്ള അതിശയങ്ങൾ ചെയ്യുവാനായിട്ട് ഏലിയാവിനെ പ്രേരിപ്പിച്ചതല്ലെങ്കിൽ ഏലിയാവിനെ സാധ്യമാക്കിയത് എന്ന് എലീശായ്ക്ക് അറിയാമായിരുന്നു. He wanted that power and he asked for a double portion of it. ആ ശക്തി തനിക്ക് ആവശ്യമായിരുന്നു. ആ ശക്തിയുടെ ഇരട്ടി പങ്ക് താൻ ചോദിക്കുന്നതായിട്ട് നമ്മുടെ വായിക്കുക. God honors that request and grants him that request. ദൈവം ആ ആഗ്രഹത്തെ സഫലീകൃതമാക്കുന്നത് നാം കാണുന്നുണ്ട്. When we read of Elijah performing 8 recorded miracles, we have Elisha performing 16. 8 അത്ഭുതങ്ങൾ മാത്രമാണ് ഏലിയാവ് ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നതെങ്കിൽ 16 അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ എലീശ ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നു. Do we live a life of power? വിശ്വാസത്തിൽ അല്ലെങ്കിൽ ശക്തിയിലുള്ള ഒരു ജീവിതം. God has given us an immense amount of power. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വളരെ ശക്തി നൽകി തന്നിട്ടുണ്ട്. Last time I spoke from Ephesians chapter 1 where Paul wanted the Ephesians to know the power that God has given to കഴിഞ്ഞ us. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ശക്തിയുടെ മഹത്വം, ആ ശക്തിയുടെ വല്ലഭത്വം എന്താണ് എന്ന് നമ്മൾ അറിയണം. He calls it the exceeding greatness of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അളവറ്റ വലിപ്പം. If we live a life of weakness, we won't draw our next generation to us. നമ്മൾ ശക്തി ഇല്ലാത്ത ഒരു വീക്കായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നമ്മുടെ തലമുറയെ നമ്മുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയില്ല. But if they see a life of power, a life that's yielded to God, ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു ജീവിതം, ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഉള്ള ഒരു ജീവിതം എന്റെ തലമുറ കാണുകയാണെങ്കിൽ, a life that's controlled by the Spirit, a life that's used as an instrument in God's hand, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകുന്ന ഒരു ജീവിതം, ദൈവത്തിന്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായിട്ടുള്ള ഒരു ജീവിതം, then they will want to have what we have. അങ്ങനെയുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ തലമുറയ്ക്കും അങ്ങനെയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുവാനായിട്ട് സാധ്യതയും അതിനുള്ള ആഗ്രഹവും ഉണ്ടാകും. So in Elijah we learn perseverance, we learn power, and the third point here is prayer. അങ്ങനെ നമ്മൾ ഏലിയാവിനോടും എലീശയോടുള്ള ബന്ധത്തിൽ 3 മാർഗനിർദ്ദേശ തത്വങ്ങളാണ് പഠിച്ചത്. ഒന്നാമതായിട്ട് സ്ഥിരോത്സാഹം, രണ്ടാമതായിട്ട് ശക്തി, മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. Let's turn to James chapter 5 and verse 16. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് തിരിയാം. 5 verse 16. 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. It says, confess your trespasses to one another and pray for one another that you may be healed. The effective fervent prayer of a righteous man avails much. Elijah was a man with a nature like ours, and he prayed earnestly that it would not rain, and it did not rain on the land for 3 years and 6 months. And he prayed again, and the heaven gave rain, and the earth produced its fruit. അവിടെ നമ്മൾ ഇപ്പോൾ വായിച്ചത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും നീതിമാന ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. 17-ാം വാക്യം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 18-ാം വാക്യം, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. To illustrate the point that the effective prayer of a righteous man avails much, James chooses Elijah as an object lesson. ഇവിടെ ഒരു നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി യാക്കോബ് ഇവിടെ ഏലിയാവിനെയാണ് ഉദാഹരണമായിട്ട് നമുക്ക് ഉദ്ധരിക്കുന്നത്. Elijah was a man of prayer. ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. In the life of a prayerful person, it's God's power that is at work. ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. As we rely on God for him to work in our lives and through our lives, God comes through every single time. നമ്മുടെ ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കടന്നു വരുന്നതാണ്. Do our next generation see us on our knees? നമ്മുടെ തലമുറ നമ്മളെ മുട്ടിൽ നിൽക്കുന്നത് കാണാറുണ്ടോ? And as I ask these questions, it's not because I have it all together, okay? It's all questions to us because the burden that the Lord has laid on my heart. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾ കരുതരുത്. നമ്മളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. Our generation needs to see a prayerful mom, a prayerful dad, a prayerful elder, a prayerful teacher, prayerful examples in their lives. നമ്മുടെ തലമുറ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ, പ്രാർത്ഥിക്കുന്ന മൂപ്പന്മാരെ എല്ലാം കാണുവാൻ ആഗ്രഹിക്കുന്നു. Prayerful people who pray and receive answers from God so they can see God as a prayer answering God. പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയും ചെയ്യുന്നത് കാണുന്ന ഒരു തലമുറ. അതുകൊണ്ട് അവർക്കും അങ്ങനെ പ്രാർത്ഥനയിൽ തുടരുവാനായിട്ടുള്ള ആകാംക്ഷ, ആഗ്രഹം ഉണ്ടാകും. And this will draw them
to the God of this faith. ഇങ്ങനെ ഈ വിശ്വാസം അവരെയും ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുവാൻ ഇടവരും. So in Elijah's example, we see 3 lessons: perseverance, power, and prayer. അങ്ങനെ ഏലിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ കാണുന്നു: സ്ഥിരോത്സാഹം, ശക്തി, അതുപോലെ തന്നെ പ്രാർത്ഥന. Please bear with me for a few more minutes. I usually end early every single time, but I'm going to go over this time. But I'm going to finish this in a few more minutes. Okay, let's look at one more example. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. Paul and Timothy. പൗലോസും തീമോത്തിയോസും. In Paul, we see a man who invested in the life of a younger man who would faithfully continue the mission that he was engaged in. പൗലോസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്ന തൻ്റെ ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഉള്ള ഒരാളിൽ പൗലോസ് പൂർണ്ണമായിട്ട് തന്റെ നിക്ഷേപങ്ങളെ വെക്കുന്നതായിട്ട് നാം കാണുന്നു. There's much that Timothy learned from Paul. തീമോത്തിയോസ് പൗലോസിൽ നിന്ന് അനേകം കാര്യങ്ങൾ പഠിച്ചു. The first lesson that Timothy learned from Paul was that to be effective in ministry, one must be dependable. അവിടുന്ന് ഈ തീമോത്തിയോസ് പൗലോസിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു ഗുണഗണം തൻ്റെ മിനിസ്ട്രിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ താൻ ആശ്രിതനായിരിക്കണം എന്നുള്ളതാണ്. Only a faithful, trustworthy, dependable person can be impactful in ministry. ഒരു മിനിസ്ട്രിയിൽ പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരാൾ അവൻ ആയിരിക്കണം. He saw a living example of that in Paul. പൗലോസിൽ ജീവിക്കുന്ന ഒരു ഉദാഹരണം താനിക്ക് കാണുവാനിടയായി. At the end of Paul's life, we know this, that Paul says, I've fought the good fight, I've finished the race, I've kept the faith. പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനം നാം പറയുന്നത്, ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുന്നത്. He was trustworthy and dependable. അവന് വിശ്വസ്തനും അതുപോലെ തന്നെ ആശ്രയിക്കാൻ പറ്റുന്നവനുമായിരുന്നു. And Timothy emulated that in his life also. തീമോത്തിയോസും അതേ സ്വഭാവം തന്റെ ജീവിതത്തിലും അനുവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. In many places in the New Testament, we see evidence of that, especially as Paul says in 2 Timothy 1 verse 5, that Timothy had a sincere faith. ഇത് നമ്മൾ തീമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. തീമോത്തിയോസിന് വളരെ നല്ല സ്ഥിരമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. But it's not just enough to be dependable or trustworthy. You need to be trustworthy concerning the truth. സത്യത്തിന് അവന് മാതൃകയായിരിക്കണം എന്നുള്ളതും നാം ഓർക്കേണ്ടതുണ്ട്. A person can be reliable in all the wrong things. പല കാര്യങ്ങളിലും മനുഷ്യരൊക്കെ മാതൃകയാകാറുണ്ട്. But when we are trustworthy according to the truth, that's what matters. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ അതാണ് എണ്ണപ്പെടുന്നത്. What is truth? എന്താണ് സത്യം? John 17:17, thy word is truth. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ വചനം അത് സത്യമാകുന്നു. As we train the next generation, we train them in the truth of God. നമ്മുടെ തലമുറയെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അവരെ സത്യത്തിൽ വേണം നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുവാനായിട്ട്. In the doctrines of scripture. തിരുവെഴുത്തിലെ ഉപദേശങ്ങളിൽ നമ്മൾ അവരെ എടുക്കണം. In 2 Timothy chapter 1 and verse 13, we read this. 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, hold to the standard of sound teaching that you have heard from me. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. Paul faithfully passed on the doctrines to Timothy, and he charges Timothy to do the same to the next generation. പൗലോസ് തന്റെ പത്യ ഉപദേശം തീമോത്തിയോസിനേക്ക് കൊടുക്കുകയും തീമോത്തിയോസിലൂടെ മറ്റ് തലമുറകളിലേക്ക് പകരപ്പെടുവാനായിട്ട് താൻ അവിടെ മാതൃകയാകുവാനായിട്ട് പറയുകയും ചെയ്യുന്നതായിട്ട് നാം വായിക്കും. We live in an age where each generation gets to define their own truth. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണ് എന്ന് വ്യാഖ്യാനിക്കുവാൻ അല്ലെങ്കിൽ വിവരിക്കുവാൻ പെടാപ്പെടുന്ന ഒരു തലമുറയിലാണ്. But God's word is the ultimate truth. എന്നാൽ ദൈവത്തിന്റെ വചനം അതാണ് സത്യം. We must be faithful in passing down this unaltered truth to the next generation. ഈ വിശ്വാസം നമ്മുടെ തലമുറയിലേക്ക് കൈമാറപ്പെടുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So from Paul we learn to be dependable. അതുകൊണ്ട് പൗലോസിൽ നിന്ന് നമ്മൾ പഠിച്ചത് നമ്മൾ ആശ്രയമുള്ളവരായിരിക്കണം. To hold on to doctrines. നമ്മൾ ഉപദേശത്തെ പിടിച്ചുകൊള്ളുന്നവരായിരിക്കണം. And the third thing here is discipleship. മൂന്നാമത് നമ്മൾ ശിഷ്യത്വം ഉള്ളവരായിരിക്കണം. One more verse. This would be our last verse. ഒരു വാക്യം കൂടി ഞാൻ വായിച്ചോട്ടെ. 2 Timothy chapter 2 and verse 2. 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, and the things that you have heard from me among many witnesses, commit these to faithful men who will be able to teach others also. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. If we don't disciple the next generation, we cannot have a successful godly generational അടുത്ത ഒരു transition. തലമുറയെ നമ്മൾ ശിഷ്യപ്പെടുത്തുന്നില്ല എങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവികമായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് കഴിയുകയില്ല. We must train the next generation. നമ്മൾ നമ്മുടെ തലമുറയെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. We must make disciples of all people, teaching them all that the Lord has commanded us. ദൈവം നമ്മളോട് പറഞ്ഞ ആ പത്യോപദേശം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. By the way, what is that? അതെന്താണ്?
The Great Commission, right? അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആ ഗ്രേറ്റ് കമ്മീഷൻ. The Great Commission has been the mission of the church for the last 2000 years. 2000 വർഷമായിട്ട് സഭയുടെ ദൗത്യം അതാണ് ഗ്രേറ്റ് കമ്മീഷൻ. And we only know it because our former generations were faithful in passing it down to us. നമുക്കത് അറിയാൻ സാധിച്ചത് എങ്ങനെയാണ്? നമ്മുടെ പിൻതലമുറ അത് നമ്മളിലേക്ക് കൈമാറിയ ഒരു കാര്യമാണ്. May we do the same. നമുക്കത് തുടരാം. Let us be dependable. നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നവരായി തീരാം. Let's hold on to doctrine. നമുക്ക് പത്യ ഉപദേശത്തിൽ നിന്ന് നിൽക്കാം. Let's foster a culture of discipleship. മറ്റുള്ളവരെ കൂടി ഒരു ശിഷ്യരാക്കുന്ന ഒരു കൾച്ചർ നമ്മൾക്കും ഉണ്ടാക്കിയെടുക്കാം. We looked at 3 examples today. 3 ഉദാഹരണങ്ങളിലേക്കാണ് നമ്മൾ നോക്കിയത്. Abraham and Isaac, അബ്രഹാമും ഇസാക്കും, Elijah and Elisha, ഏലിയാവും ഏലീശായും, Paul and Timothy. പൗലോസും തീമോത്തിയോസും. 3 examples of people who have successfully passed down their faith to the next generation. അവരുടേതായിട്ടുള്ള വിശ്വാസം തലമുറകളിലേക്ക് കൈമാറ്റപ്പെട്ട 3 തലമുറകൾ അല്ലെങ്കിൽ 3 കൂട്ടം ആൾക്കാർ. We learned 3 lessons from Abraham. എബ്രഹാമിൽ നിന്ന് 3 പാഠങ്ങൾ നമ്മൾ പഠിച്ചു. Faith, വിശ്വാസം, fear, ദൈവഭയം, and foreigner. പരദേശിയായിട്ടുള്ള താമസം. 3 lessons from the life of Elijah. ഏലിയാവിന്റെ ജീവിതത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. Perseverance, സ്ഥിരോത്സാഹം, power, ശക്തി, and prayer. പ്രാർത്ഥന. 3 lessons from Paul. പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. Dependable, ആശ്രയമുള്ളവരായിരിക്കുക അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കുക. doctrines, ഉപദേശങ്ങളിൽ പിടിച്ചുകൊള്ളുക. discipleship. മറ്റുള്ളവരെ കൂടി നമ്മുടെ ശിഷ്യന്മാരാക്കുക. May we use these as guiding principles in our own lives as we go through this transition of generations. ഇങ്ങനെ ഈ തലമുറയുടെ പരിവർത്തനം നടക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരിവർത്തിച്ചുകൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. If the Lord tarries, may we be found faithful, ദൈവം താമസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെയും വിശ്വസ്തരായിട്ട് എണ്ണട്ടെ. shining bright for him in this place that he has planted us. അവൻ നമ്മളെ നട്ടിരിക്കുന്ന ഈ പ്രദേശത്ത് തിളങ്ങുന്നവരായിരിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. May God help us and may his name be glorified. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടും.